തന്നെയാണ്. അങ്ങനെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നുള്ള കണക്കുകൾ പുറത്തേക്ക് വരികയാണ്. വയനാട്ടിൽ 152 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധിയും ലീഡ് ചെയ്യുന്നു. ഇതാണ് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം. അട്ടിമറികളുടെ സൂചനയുണ്ടോ പാലക്കാട്? അട്ടിമറി സൂചന ചേലക്കരയിലുമുണ്ടോ? നമുക്ക് കാത്തിരിക്കണം. സൂചനകൾ പുറത്തു വരുന്നു. 10 മിനിറ്റ് കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. പാലക്കാടും ചേലക്കരയും എന്തു ചിന്തിക്കുന്നു അറിയാം. ഇത് ആദ്യ സൂചനകൾ ഇങ്ങനെയാണ്. പാലക്കാട് 58 വോട്ടുകൾക്ക് BJP സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുമ്പോൾ ചേലക്കരയിൽ 52 വോട്ടുകൾക്ക് UR പ്രദീപും. ഇതാണ് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം. പാലക്കാട് ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നത് നഗരസഭയുടെ ബൂത്തുകളാണ്. നഗരസഭാ മേഖലയിലാണ് കൗണ്ടിംഗ് നടക്കുന്നത്. ചേലക്കരയിൽ എത്തുന്നത് വരവൂർ പഞ്ചായത്ത് അവിടെ കൗണ്ട് ചെയ്യുന്നത്. ചേലക്കരയിലെ ആദ്യ 4 പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിന്റെ ശക്തി മേഖലകൾ തന്നെയാണ്. ഇതാ പാലക്കാട് ലീഡ് നിലയിൽ മാറ്റമുണ്ടാകുന്നു. കുറഞ്ഞു, 40 കുറയുന്നു. BJPയുടെ ലീഡ് നിലയിൽ കുറവുണ്ടാകുന്നു. മഞ്ജുഷ്, 40 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ. നേരത്തെ 58 ലീഡ് ഉണ്ടായിരുന്ന സി കൃഷ്ണകുമാർ ഇപ്പോൾ 40 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. ചേലക്കരയിൽ 52 UR പ്രദീപിന്റെ ലീഡ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് 152 ഉയർന്നിട്ടുണ്ട് അല്ലേ സജിത്ത്? തീർച്ചയായിട്ടും വയനാട്ടിൽ ലീഡ് നില ഉയരുകയാണ്. പ്രതീക്ഷിച്ച ചിത്രമാണ് അവിടെ. പ്രിയങ്ക ഗാന്ധി 152 വോട്ടുകളിലേക്ക് ലീഡ് നില ഉയർത്തുന്നു. പാലക്കാട് അതേസമയം ആദ്യം ഉയർത്തിയ ലീഡിൽ നിന്നും മാറ്റമുണ്ടാവുന്നു. 40ലേക്ക് സി കൃഷ്ണകുമാറിന്റെ ലീഡ് നിലയിൽ കുറവുണ്ടാവുന്നു. അതൊരു ട്രെൻഡിന്റെ സൂചനയാണോ? വ്യക്തമല്ല, നമുക്ക് അങ്ങനെ ഉറപ്പിക്കാറാവുന്നില്ല. 40 വോട്ടുകളായി ലീഡ് നിലയിൽ കുറവുണ്ടാവുന്നു. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ UR പ്രദീപ് തന്നെയാണ് മുന്നിൽ. UR പ്രദീപിന്റെ ലീഡ് നില 66 വോട്ടുകളായി ഉയരുന്നു. ചേലക്കരയിൽ ഇടതു മുന്നണി ലീഡ് ഉയർത്തുന്നു. ചേലക്കരയിൽ 66 LDFന്റെ ലീഡ്. പാലക്കാട് 40 വോട്ടുകൾക്കാണ് ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുന്നത്. വോട്ടിംഗ് മെഷീനുകൾ എണ്ണാൻ എടുക്കുമ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ 12 കുറഞ്ഞു. കൃഷ്ണകുമാറിന്റെ ലീഡ് 12 കുറഞ്ഞു. 12 വോട്ടുകൾക്കാണ് BJP ലീഡ് ചെയ്യുന്നത്. പാലക്കാട് കട്ടയ്ക്ക് മത്സരമാണ്. പാലക്കാട് ചേലക്കരയിൽ 66 വോട്ടുകൾക്ക് LDF മുന്നിൽ. പാലക്കാട് 12 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അല്ലെ? തീർച്ചയായും രണ്ടാം സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടമാണ്. അവിടെ ഒരു കാര്യം വ്യക്തമാണ്, മാറിമറിയുന്ന ട്രെൻഡ് ഫലം പാലക്കാട് നിന്നും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ 12 BJPയുടെ ലീഡ് നില കുറയുന്നു. അതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം. നമ്മൾ പ്രതീക്ഷിച്ചത് വലിയൊരു മുന്നേറ്റമാണ് ആദ്യ റൗണ്ടുകളിൽ BJPയുടേത്. പക്ഷേ ഇപ്പോൾ ചെറിയ മാറ്റമുണ്ടാകുന്നു. ഇത് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നുള്ള ഫലങ്ങൾ തന്നെ പുറത്തു വരാൻ തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വയനാട്ടിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. വയനാട്ടിൽ 238 പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് ഉയരുന്നു. ചേലക്കരയിൽ അതേസമയം ഇടതുമുന്നണി തന്നെ തുടക്കം മുതൽ 78 ആവുന്നു. 78 ചേലക്കരയിലെ ഇടതുമുന്നണിയുടെ ലീഡ് ഉയരുന്നു. UR പ്രദീപ് 78. ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. സി കൃഷ്ണകുമാറിന്റെ ലീഡ് കുറഞ്ഞു. 12 വോട്ടുകൾക്ക് BJP മുന്നിട്ട് നിൽക്കുകയാണ്. പാലക്കാട് പ്രിയങ്ക ഗാന്ധി 238. ചേലക്കരയിൽ വോട്ട് വിഹിതം കൂട്ടുകയാണ്. 78 വോട്ടുകൾക്ക് UR പ്രദീപ് മുന്നിൽ. അങ്ങനെ പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം. പോസ്റ്റൽ ബാലറ്റുകളിൽ പോലും 12 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത് സി കൃഷ്ണകുമാറാണ്. ഇപ്പോഴും ചേലക്കരയിൽ LDFന്റെ മുന്നേറ്റം 78 വോട്ടുകൾക്ക് മുന്നിൽ. പ്രിയങ്ക ഗാന്ധി പ്രതീക്ഷിച്ചതുപോലെ തന്നെ വയനാട്ടിൽ മുന്നേറ്റം തുടരുന്നു. തുടക്ക സമയത്ത് 238 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും ലീഡ് നിലയിൽ മാറ്റമില്ല. 12 വോട്ടുകൾക്ക് BJP മുന്നിൽ, 78 വോട്ടുകൾക്ക് LDF ചേലക്കരയിൽ മുന്നിൽ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ ഇതാണ് ആദ്യ ട്രെൻഡ്, ആദ്യ സൂചന, ആദ്യ ഫലസൂചനയാണ്. കൗണ്ടിംഗ് സെന്ററിൽ നിന്നുള്ള നേരിട്ടുള്ള 4 വോട്ടുകൾക്ക് മാത്രം മുന്നിട്ട് നിൽക്കുന്നു. BJPയുടെ ലീഡ് 4 വോട്ടുകളായിട്ട് കുറഞ്ഞിരിക്കുകയാണ് പാലക്കാട്. പാലക്കാട് BJPയുടെ ലീഡ് നിലയിൽ കുറവുണ്ടാകുന്നു. ആ ഏറ്റക്കുറച്ചിൽ പ്രകടമാണ്. കാരണം ഇത് 1ാം റൗണ്ട് പൂർത്തിയാവുന്നതിന് മുമ്പുള്ള ഫലസൂചനകളാണ് പുറത്തു വരുന്നത്. ബൂത്തുകളുടെ അടിസ്ഥാനത്തിലുള്ള ഫലങ്ങളാണ്. ഓരോ EVM മെഷീനിൽ നിന്നുള്ള ഫലസൂചനകളാണ്. 4 വോട്ടുകളായി പാലക്കാട് BJPയുടെ ലീഡ് നിലയിൽ മാറ്റമുണ്ടാവുന്നു, കുറയുന്നു. BJPക്ക് ലീഡ് കുറയുകയാണ്. പാലക്കാട് നഗരസഭ മറ്റൊരു ട്രെൻഡ് പ്രകടിപ്പിക്കുകയാണോ? അതിന്റെ സൂചനകളാണോ? ലീഡ് നിലയിൽ കുറവുണ്ടാകുന്നു. ഇത് EVM മെഷീന്റെ സൂചനകളാണെങ്കിൽ പാലക്കാട് ഫലത്തിൽ മാറ്റമുണ്ടാകുന്നു. കോൺഗ്രസിന്റെ പ്രതീക്ഷ പാലക്കാട് നഗരസഭയിൽ ഇത്തവണ വലിയ കുതിച്ചുചാട്ടമാണ്. ആ സൂചനകളാണോ ഇത് എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും പാലക്കാട് BJPയുടെ ലീഡ് നിലയിൽ കുറവുണ്ടാകുന്നു. ഇത് ഏതെങ്കിലും ഒരു ഫലത്തിന്റെ സൂചനയായി നമുക്ക് ഇപ്പോൾ വിലയിരുത്തുക വയ്യ. ചേലക്കരയുടെ ചിത്രം നോക്കുമ്പോൾ ചേലക്കരയിൽ ഇടതുമുന്നണി UR പ്രദീപ് 65 വോട്ട്
വോട്ടുകളിലേക്ക് അദ്ദേഹത്തിന് ലീഡ് നിലയിൽ കുറവുണ്ടായി എന്നതാണ് ചിത്രം. നേരത്തെ 70-ന് മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ലീഡ്. വയനാട്ടിലേക്ക് പോകുമ്പോൾ 432 432ലേക്ക് പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിലേക്ക് മാറുന്നു എന്ന സൂചനകൾ പ്രകടമാകുന്നു. മഞ്ജുഷ്, ഇപ്പോഴും സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുകയാണ്. 12 വോട്ടുകൾക്കാണ് ഇപ്പോൾ സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നത് പാലക്കാട്. അതേസമയം വയനാട്ടിൽ 432 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി, ചേലക്കരയിൽ 65 വോട്ടുകൾക്കാണ് UR പ്രദീപ് LDF ലീഡ് ചെയ്യുന്നത്. പാലക്കാടാണ് ഇപ്പോഴും കൂടുതൽ ശ്രദ്ധാകേന്ദ്രം. 12 വോട്ടുകൾ, നേരത്തെ 58 വോട്ടുകളുടെ വരെ ലീഡിലേക്ക് സി കൃഷ്ണകുമാർ വന്നപ്പോൾ ഇപ്പോൾ 12 വോട്ടുകൾക്ക് 2021 എന്ത് സംഭവിച്ചു അത് ആവർത്തിക്കുകയാണോ പാലക്കാട്? തുടക്ക സമയത്ത് BJPയുടെ മുന്നേറ്റം പാലക്കാട് അത് കൂടിയും കുറഞ്ഞും ഇരിക്കുകയാണ്. ഇപ്പോൾ 12 വോട്ടുകൾക്ക് ലീഡ്, സി കൃഷ്ണകുമാറിന്റെ ലീഡ് 12ലേക്ക് ആയിരിക്കുകയാണ്. എന്തായാലും വോട്ടിംഗ് മെഷീനുകൾ എണ്ണാനെടുത്തു. അതിൽ നിന്നുള്ള ആദ്യ സൂചനയാണ് വന്നു തുടങ്ങുന്നത് ഇപ്പോൾ. യെസ്, കൃത്യമായ സൂചനകൾ പാലക്കാട് നിന്നും പുറത്തു വരികയാണ്. വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടിംഗ് പുറത്തു വരുമ്പോൾ BJPയുടെ ലീഡ് 12 കുറയുന്നു. പക്ഷേ അതൊരു സൂചകമായി പൊതുവിൽ പറയുക വയ്യ. കാരണം ഇനിയും മാറാനുണ്ട്. ഒന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ കൃത്യമായ ചിത്രം നമുക്ക് ലഭ്യമാകും. ഒന്നാം റൗണ്ടിൽ കൃത്യമായ ഭൂരിപക്ഷം BJPക്ക് നിലനിർത്തിയേ പറ്റൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3658 വോട്ടുകൾ നേടിയ BJPക്ക് ഇത്തവണ എത്ര വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ 1000-ലധികം വോട്ടുകളുടെ ലീഡ് ആദ്യ റൗണ്ടിൽ തന്നെ BJPക്ക് ഉണ്ടായിരുന്നു. അത് നിലനിർത്താൻ കഴിയണം. അല്ലെങ്കിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ത് എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകൾ നമുക്കത് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ചിത്രം അങ്ങനെയാണ്. പാലക്കാട് 34 ലീഡ് ഉയർന്നിരിക്കുകയാണ് സി കൃഷ്ണകുമാറിന്റെ. 34 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുന്നു പാലക്കാട്. അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് ഇപ്പോൾ 432, ചേലക്കരയിൽ 65, LDFന്റെ ലീഡ്. അങ്ങനെ സി കൃഷ്ണകുമാറിന്റെ ലീഡ് വീണ്ടും കൂടി 34 വോട്ടുകൾക്കാണ് ലീഡ് ഇപ്പോൾ. യെസ്, സി കൃഷ്ണകുമാർ അവിടെ ലീഡ് വർദ്ധിപ്പിക്കുകയാണ്. മാറ്റമുണ്ടാകുന്നു, ചാഞ്ചാട്ടമുണ്ടാകുന്നു പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ. ഇനി വേഗത്തിൽ ഫലങ്ങൾ വരും. കാരണം വോട്ടിംഗ് യന്ത്രം എടുത്തു തുടങ്ങി. അതിന്റെ ഫലങ്ങൾ വേഗത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. പാലക്കാട് ആദ്യ റൗണ്ടിന്റെ പൊതുചിത്രം ഇതാ പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് ഇതാ ഇപ്പോൾ തന്നെ എത്തും. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. 34 വോട്ടുകൾക്ക് അവിടെ BJP തന്നെ ലീഡ് ചെയ്യുന്നു. അതേസമയം ചേലക്കരയിൽ ഇടതുമുന്നണി ലീഡ് ഉയർത്തി. 92 വോട്ടുകളിലേക്ക് UR പ്രദീപ് അവിടെ ചേലക്കരയിൽ ലീഡ് ഉയർത്തുന്നു. ചേലക്കരയുടെ ഇടതു കോട്ടയ്ക്ക് മാറ്റമില്ല എന്ന സൂചനയാണോ പുറത്തു വരുന്നത്? ആദ്യ റൗണ്ട് ആയിട്ടില്ല. ഇത് പോസ്റ്റൽ ബാലറ്റുകളാണ് സരിത്ത്. ആദ്യ റൗണ്ട് എണ്ണി തുടങ്ങിയിട്ടില്ല. ബൂത്തുകൾ എണ്ണാൻ എടുക്കുമ്പോൾ ലീഡ് നിലയിൽ ഇതിനേക്കാൾ വലിയ മാറ്റം ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെ വരികയുള്ളൂ. ഇത് പോസ്റ്റൽ ബാലറ്റുകളാണ്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോഴാണ് 34ന്റെ ലീഡിലേക്ക് സി കൃഷ്ണകുമാർ വരുന്നത്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി കഴിഞ്ഞിട്ടില്ല. 984 പോസ്റ്റൽ ബാലറ്റുകളാണ് അവിടെ ഉള്ളത്, പാലക്കാടുള്ളത്. അതേസമയം 1438 പോസ്റ്റൽ ബാലറ്റുകളാണ് ചേലക്കരയിലുള്ളത്. അവിടെ 92 വോട്ടിന്റെ ലീഡ് LDFന് ആയിട്ടുണ്ട്. പൊതുവെ പോസ്റ്റൽ ബാലറ്റുകളിൽ LDFനാണ് കൂടുതൽ വോട്ടുകൾ കിട്ടാറുള്ളത്. പക്ഷേ പാലക്കാട് സ്ഥിതി വ്യത്യസ്തമാണ്. കാരണം അവിടെ BJPയും കോൺഗ്രസും UDFും തമ്മിലുള്ള ഒരു മത്സരം പ്രധാനമായിട്ട് നടക്കുന്നതിനാൽ തന്നെ അവിടെ BJPയാണ് പോസ്റ്റൽ ബാലറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 34 വോട്ടുകളുടെ ലീഡ് ഇപ്പോൾ സി കൃഷ്ണകുമാറിനുണ്ട്. യെസ്, അതാണ് ചിത്രം. വേഗത്തിൽ ദേശീയ ചിത്രം പരിശോധിക്കുമ്പോൾ അവിടെ മഹാരാഷ്ട്രയുടെ ഫലങ്ങൾ പുറത്തു വരുന്നു. അവിടെ NDA BJPക്ക് മുന്നണിക്ക് വലിയ നീക്കം, മഹായുതി അവിടെ വലിയ മുന്നേറ്റം നടത്തുന്നു എന്ന സൂചനയാണ് ആദ്യ റൗണ്ടിൽ പുറത്തു വരുന്നത്. എന്തായാലും ദേശീയ തലത്തിലുള്ള ചിത്രവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ മഹാരാഷ്ട്രയുടെ സാഹചര്യം ഇതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം, BJP ലീഡ് ചെയ്യുന്ന മഹായുതി സഖ്യമാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് മഹാവികാസ് അഘാഡിക്ക് അത്രയും സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 11-6 എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ കണക്ക്. ഇപ്പോൾ 2 വോട്ടുകളായിട്ട് സി കൃഷ്ണകുമാറിന്റെ ലീഡ് കുറഞ്ഞിരിക്കുകയാണ്. സി കൃഷ്ണകുമാറിന്റെ ലീഡ് 2 വോട്ടുകളായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. പോസ്റ്റൽ ബാലറ്റുകളിൽ സി കൃഷ്ണകുമാർ പിന്നോട്ട് പോവുകയാണോ എന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ചേലക്കരയിൽ 92 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന UR പ്രദീപാണ്. പാലക്കാട് 2 വോട്ടുകളായിട്ട് 58 വരെ എത്തിയതാണ് ലീഡ് സി കൃഷ്ണകുമാറിന്റെ. അതിപ്പോൾ 2 വോട്ടുകളായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഒരു വലിയ അപ്ഡേറ്റ് ഉണ്ട്. നിങ്ങൾ വീടുകളിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയോ മറ്റു തൊഴിലിടങ്ങളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് സൈറ്റിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയും ഈ റിസൾട്ട് വേഗത്തിൽ അറിയാം. വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ വരെ ന്യൂസ് സൈറ്റിന് ഒരുക്കുന്നു. പ്രേക്ഷകർക്ക് യൂട്യൂബ് സംവിധാനം പരമാവധി
ന്യൂസ് 18 പേജുകൾ വഴി ഉപയോഗിക്കാം. വേഗത്തിൽ ഫലം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. പാലക്കാട് BJPയുടെ ലീഡ് നില വെറും 2 വോട്ടുകളായി മാറുന്നു. തപാൽ വോട്ടുകളുടെ ചാഞ്ചാട്ടമാണ്. അതാണ് സംഭവിക്കുന്നത്. EVM മെഷീനുകളിലേക്ക് എത്തുകയാണ്. അതേസമയം ചേലക്കരയിലേക്ക് പോകുമ്പോൾ ചേലക്കരയിലെ ലീഡ് നില 92 വോട്ടുകൾക്ക് ഇടതുമുന്നണി മുന്നേറ്റം തുടരുകയാണ്. തപാൽ വോട്ടുകളാണ് പുറത്തു വരുന്നത്. EVM മെഷീന്റെ കണക്കുകൾ പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തും. വയനാടിന്റെ ചിത്രം നോക്കുമ്പോൾ വയനാട്ടിൽ 397 വോട്ടുകൾക്ക് UDF സി കൃഷ്ണകുമാറിന്റെ ലീഡ് കൂടി 36 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ ലീഡ്. ചേലക്കരയിൽ 111 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് UR പ്രദീപ് LDF. അങ്ങനെ പാലക്കാട് 36 BJPയുടെ ലീഡ്. ചേലക്കരയിൽ 111 ലീഡ് നില ഉയർത്തുന്നു ഇടതുമുന്നണി. ചേലക്കരയിൽ 111 ഇടതുമുന്നണി LDF UR പ്രദീപ്. പാലക്കാട് 36 വോട്ടുകൾക്ക് അവിടെ BJP തന്നെ ലീഡ് തുടരുന്നു. 36 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ ലീഡ്. പോസ്റ്റൽ ബാലറ്റുകളിൽ മേധാവിത്വം സി കൃഷ്ണകുമാർ BJP. പാലക്കാട് ചേലക്കരയിൽ 111 വോട്ടുകൾക്ക് LDF മുന്നിൽ.